Next section 10.5 separation of variables. Heat conduction in a rod. അതായത് നമ്മളിവിടെ ഒരു ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണ ഒരു ഹീറ്റ് കണ്ടക്ഷൻ റോഡിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും, ടെമ്പറേച്ചർ ഫങ്ഷൻ എന്തായിരിക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ കൺസിഡർ എ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം ഫോർ എ സ്ട്രേറ്റ് ബാർ ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആൻഡ് ഹോമോജീനിയസ് മെറ്റീരിയൽ. ലെറ്റ് x-axis lies along the axis of the bar and let x equal to 0 and x equal to L denote the ends of the bar. Suppose that the sides of the bar are perfectly insulated so that no heat passes through them. Assume that the cross-sectional dimensions are so small that the temperature U can be considered constant on any given cross-section. Thus, U is a function of only the axial coordinate x and time t. അതായത് നമ്മളിവിടെ ഒരു റോഡ് കൺസിഡർ ചെയ്യാണ്. ദെൻ ഈ റോഡിലുള്ള ഹീറ്റ് കണ്ടക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഈ ഒരു റോഡിൻ്റെ ലെങ്ത്ത് എല്ലാണ്. അപ്പോൾ എൻ പോയിൻറ്റ്സ് നമ്മൾ അതായത് എലോങ് എക്സ് ആക്സസ് ആണ് ഈ റോഡ് എന്ന് അസ്യൂം ചെയ്യാം. അതായത് ഇങ്ങനെയാണിത് വെച്ചേക്കണത്. ദെൻ ഇതിൻ്റെ ലെങ്ത്ത് എൽ ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് എൻഡ്സ് ഒന്ന് ഒറിജിനലും വെച്ചിട്ടുണ്ട്, ഒന്ന് എൽ എന്നുള്ള പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എല്ലിലാണ് ഈ ബാറിൻ്റെ രണ്ട് എൻഡ്സ് വരുന്നത്. ദെൻ ഈ ബാറ് പറയുന്നത് ഈ ബാറ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ എന്താണ്, നോ ഹീറ്റ് പാസസ് ത്രൂ ദം, അതായത് പുറത്തുനിന്നുള്ള ഹീറ്റൊന്നും എന്തില്ല, ഇതിലേക്ക് എൻ്റർ ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് വളരെ ചെറുതായിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതായത് ഓരോ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ടെമ്പറേച്ചർ ഫംഗ്ഷൻ യു എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓരോ ക്രോസ് സെക്ഷനിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഈ 0 to L എന്നുള്ള ലെങ്ത്തിൽ ഈ ഒരു ബാറിൻ്റെ ടെമ്പറേച്ചർ അത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓരോ പോയിൻറ്റിൽ 0 to L എന്നുള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബാറിലെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു എത്ര ഡിസ്റ്റൻസ് എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതേമാതിരി ടൈം എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ടെമ്പറേച്ചർ വരിക. സോ യു ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ബാർ ഈസ് ഗവേൺ ബൈ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. അപ്പോൾ ഈ ബാറിലെ ടെമ്പറേച്ചറിനുണ്ടാവുന്ന വേരിയേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണ ഇക്വേഷൻ എന്താണ്, ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ആൽഫ സ്ക്വയർ യു എക്സ് എക്സ് പ്ലസ് യു ടി ഈക്വൽ ടു 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ ടി ഗ്രേറ്റർ ദാൻ 0 where alpha square is a constant called thermal diffusivity. Alpha square is K by rho S. K is the thermal conductivity, rho is the density and S is the specific heat of the material in the bar. അതായത് ഈ ഒരു ഹീറ്റ് കണ്ടക്ഷൻ ഈക്വേഷനെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഒരു ബാറിലെ ടെമ്പറേച്ചറിനുണ്ടാവുന്ന വേരിയേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഒരു ഡിഫറൻഷ്യൽ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ ആണ്. ദെൻ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ ഫംഗ്ഷൻ യു ഓഫ് എക്സ് ടി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് കൂടെ, അതായത് ഈ ഒരു മെറ്റീരിയൽ അതായത് ഈ ഒരു റോഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസും കൂടെ അസ്യൂം ചെയ്യാണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ബാർ, അതായത് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി എന്ന് പറയുമ്പോൾ ടൈം 0 ആണ്. അപ്പോൾ ടി ഈക്വൽ ടു 0 ആവണ കേസിൽ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് യു ഓഫ് എക്സ് 0 അത് നമ്മൾ എഫ് ഓഫ് എക്സ് ആണെന്ന് എടുക്കണു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടി വാല്യൂ ഫിക്സഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും, ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ഇനീഷ്യൽ ടെമ്പറേച്ചർ എഫ് ഓഫ് എക്സ് ആണെന്ന് എടുക്കണു ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. അതായത് ഈ ഒരു ബാർ മൊത്തത്തിൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. And assume that the ends of the bar are held at fixed temperatures T1 at x is equal to 0 and T2 at x is equal to L and let T1 is equal to T2 equal to 0. അതായത് രണ്ട് എൻഡ്സിലും ടെമ്പറേച്ചർ 0 ആണ് എന്ന് അസ്യൂം ചെയ്യണം. അതായത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴും എൻഡ്സ് ഓഫ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എല്ലുമാണ്. അപ്പോൾ ഈ രണ്ട് കേസിൽ ടെമ്പറേച്ചർ എന്താണ്, 0 ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ, യു ഓഫ് 0t ഈക്വൽ ടു 0, u of lt equal to 0
ടി ഗ്രേറ്റർ ദാൻ 0. അപ്പം നമ്മൾ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമുക്ക് നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഇനീഷ്യൽ ടെമ്പറേച്ചറാണ്, ഇതെന്താണ് ഇനീഷ്യൽ കണ്ടീഷനാണ്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു കണ്ടീഷൻ ഉള്ളത് യു ഓഫ് 0t ഈക്വൽ ടു 0, യു ഓഫ് LT ഈക്വൽ ടു 0, ടി ഗ്രേറ്റർ ദാൻ 0. അതായത് ഈ ഒരു ബാറിൻ്റെ എൻഡ്സിൽ എന്തായിരിക്കും ടെമ്പറേച്ചർ 0 ആണ്. അപ്പോൾ ഇതെന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ദെൻ നമ്മളിവിടെ സോൾവ് ചെയ്തെടുക്കാൻ പോണത് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ടെമ്പറേച്ചർ ഫംഗ്ഷൻ എന്താണ് എന്നാണ്. ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഈസ് ടു ഫൈൻഡ് u of xt that satisfies differential equation 1, the initial condition 3 and the boundary conditions 4. ദെൻ നമ്മളിവിടെ ഒരു ഹീറ്റ് കണ്ടക്ഷൻ റോഡിൻ്റെ ടെമ്പറേച്ചർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ 0 സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് ടെമ്പറേച്ചർ ഫംഗ്ഷൻ 0 ആണ് എന്ന് പറയുന്നതിന്. അപ്പോൾ നമ്മൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടു ഫൈൻഡ് നോൺ സീറോ സൊല്യൂഷൻസ് ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 ടുഗദർ വിത്ത് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും ബൗണ്ടറി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണ നോൺ സീറോ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോണത് നോൺ സീറോ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പം നമുക്ക് സെപ്പറബിൾ മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് യു ഓഫ് എക്സ് ടി ടെമ്പറേച്ചർ ഫംഗ്ഷൻ എന്നുള്ളത് ഒരു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി എന്നുള്ള ഫോമിലാണ് സൊല്യൂഷൻ എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് ഇവിടെ ബൈ സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് എന്ന് പറഞ്ഞു അല്ലേ. ഈ മെത്തേഡിന് നമ്മൾ ഈ ഒരു ടൈപ്പ് സൊല്യൂഷന് സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സൊല്യൂഷൻ യു ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്യാം, അതേമാതിരി ടിയുടെ ഫംഗ്ഷനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ടി എന്നുള്ള ഫോമിൽ യുവിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇതിന് സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷനാണ്. ഇക്വേഷൻ നമ്പർ 1 നോക്കുകയാണെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദെൻ നമ്മളതിന് സൊല്യൂഷൻ ബൈ സെപ്പറേറ്റിംഗ് വാരിയബിൾസ് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് നമുക്കിതിന്ന് കിട്ടും. ദെൻ അതിനെ നമുക്ക് ഓൾറെഡി ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻ സോൾവ് ചെയ്യണ മെത്തേഡിൽ സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തു പോണത്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണെന്ന് അസ്യൂം ചെയ്യണു. ദെൻ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ എന്താണ് ആൽഫ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് യു എക്സ് എക്സ് ആൻഡ് യു ടി കണ്ടുപിടിക്കാം. അപ്പോൾ യു ഓഫ് എക്സ് ടി എന്നുള്ളത് എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണെങ്കിൽ യു എക്സ് എക്സ് എന്നുള്ളത് എന്ത് വരും പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇത് 2 പ്രാവശ്യം ചെയ്താൽ നമുക്ക് യു എക്സ് എക്സ് കിട്ടും. ദെൻ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. ടി ഓഫ് ടി നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ യു എക്സ് എക്സ് എന്നുള്ളത് എക്സ് ഡബിൾ ഡാഷ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി വരും. ദെൻ യു ടി എന്നുള്ളത് എന്ത് വരും എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡാഷ് ടി. എന്തുകൊണ്ടാണ് എക്സ് ഓഫ് എക്സ് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് എക്സ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും ആൽഫ സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് എക്സ് ടി ഓഫ് ടി ഇതാണ് യു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു യു ടി എന്നായിരുന്നു. അപ്പോൾ എക്സ് ഓഫ് എക്സ് ടി ഡാഷ് ടി. ദെൻ ഫ്രം ദിസ് ഈക്വേഷൻ നമുക്ക് എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം 1 ബൈ ആൽഫ സ്ക്വയർ ടി ഡാഷ് ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഈക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, റൈറ്റ് സൈഡ് എന്താണ് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടിയോട് ഈക്വൽ ആണ്. അതായത് നമുക്ക് എന്ത് പറയാം ഈ 2 ഫംഗ്ഷൻസും എന്തായിരിക്കണം ഒരു ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടി എക്സിനോട് ഈക്വൽ ആവണം എന്ന് വെച്ചാൽ ആ 2 ഫംഗ്ഷൻസും എന്തായിരിക്കണം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ആൽഫ സ്ക്വയർ ടി ഡാഷ് ബൈ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് മൈനസ് ലാംഡ. ദെൻ ഈ ഒരു മൈനസ് ലാംഡ നമ്മൾ ചൂസ് ചെയ്തത് ജസ്റ്റ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും അതായത് എക്സ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ. ഈ ഒരു പാർട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് നമ്മൾ
1 by alpha square t dash by t equal to minus lambda. ആ പാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടി ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ ലാംഡ ടി ഈക്വൽ ടു 0. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് ആണ് കണ്ടുപിടിച്ചത്. എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0യും ടി ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ ലാംഡ ടി ഈക്വൽ ടു 0യും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 and 6 എന്നതിന് മാർക്ക് ചെയ്തു. അപ്പം നമുക്കിനി we have to find a solution of partial differential equation satisfying boundary conditions 4. Then അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണു? we are finding the solutions of ordinary differential equations ordinary differential equations 5 and 6 satisfying the boundary conditions 4. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്തായിരുന്നു? 4 എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻസ് u of 0t equal to 0, u of lt equal to 0. Then u of 0t equal to 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ u of xt ഓൾറെഡി എടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഫോം? u of xt x of x ഇൻറ്റു t of t എന്നാണ് എടുത്തത്. Then u of 0t equal to 0 implies എന്ത് കിട്ടും? x of 0 ഇൻറ്റു t of t equal to 0. Then ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ ഏതെങ്കിലും ഒരു ടേം 0 ആയിരിക്കണം. അപ്പോൾ ടി ഓഫ് ടി 0 ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? ടി ഓഫ് ടി 0 ആണെങ്കിൽ ഈ യു ഓഫ് എക്സ് ടി എന്നുള്ള ഫംഗ്ഷൻ എന്താവും? ടെമ്പറേച്ചർ ഫംഗ്ഷൻ 0 ആവും. അപ്പോൾ നമ്മൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ ടി ഓഫ് ടി എന്തായിരിക്കണം? നോൺ 0 ആയിരിക്കണം. ടി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ, ടി ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ആണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഫംഗ്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ടി ഓഫ് ടി നോട്ട് ഐഡൻറ്റിക്കലി 0 എന്നുള്ള കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താവണം? എക്സ് ഓഫ് 0 എന്നുള്ള ടേം 0 ആവണം. അപ്പോൾ എക്സ് ഓഫ് 0 അപ്പം നമ്മുടെ ഈ യു ഓഫ് 0t എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ മാറിയിട്ട് എന്തായി? എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 എന്നുള്ള ഒരു കണ്ടീഷനായി മാറി. ഇനി അതേമാതിരി യു ഓഫ് എൽ ടി ഈക്വൽ ടു 0 സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. അതിൽ യു ഓഫ് എൽ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് എൽ ഇൻറ്റു ടി ഓഫ് ടി. യു ഓഫ് എക്സ് ടി എന്നുള്ളത് എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണ്. അപ്പോൾ യു ഓഫ് എൽ ടി എന്താവും? എക്സ് ഓഫ് എൽ ഇൻറ്റു ടി ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ വി ഹാവ് ഇതേമാതിരി തന്നെ ടി ഐഡൻറ്റിക്കലി 0 ആവാൻ പറ്റില്ല. ടി ഐഡൻറ്റിക്കലി 0 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ടെമ്പറേച്ചർ ഫംഗ്ഷൻ 0 ആവും. അപ്പോൾ എന്ത് പറയാം? എക്സ് ഓഫ് എൽ 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് രണ്ടെണ്ണം മാറിയിട്ട് രണ്ട് പുതിയ കണ്ടീഷൻസ് കിട്ടുകയാണ്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പോണത് ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ഇത് രണ്ടും എക്സിലുള്ള കണ്ടീഷൻസ് ആണ്. എക്സ് ഓഫ് 0 എക്സ് ഓഫ് എൽ 0. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഈ ഇക്വേഷൻ നമ്പർ 5 എന്നുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈങ് ദ ബൗണ്ടറി കണ്ടീഷൻ എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം അതാണ് പറയുന്നത്. നൗ വി ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 സബ്ജക്ട് ടു ദ ബൗണ്ടറി കണ്ടീഷൻസ് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ വൈ ഈക്വൽ ടു 0, വൈ ഓഫ് 0 ഈക്വൽ ടു 0, വൈ ഓഫ് എൽ ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അതായത് ഐഗൻ ഫംഗ്ഷൻസ് എന്തായിരുന്നു? വൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. ദെൻ ഐഗൻ വാല്യൂസ് എന്തായിരുന്നു? ലാംഡ എൻ ഈസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. അപ്പം നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള ഇവിടുത്തെ ബൗണ്ടറി വാല്യൂ ഇവിടുത്തെ ഡിഫറൻഷ്യൽ ഈക്വേഷൻ വന്നിരിക്കുന്നത് എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈങ് ദ ബൗണ്ടറി കണ്ടീഷൻസ് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. ദെൻ ഇവിടെ നമുക്ക് y എന്നുള്ളതിൻ്റെ പ്ലേസിൽ എക്സ് എന്നായി നീളൂ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും വരിക? ഈ ഒരു കേസിൽ ഈ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും കൂടിയിട്ടുള്ള ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇതേപോലെ എങ്ങനെ വരും? എക്സ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ ഓഫ് എക്സ് എന്നുള്ളത് കോൺസ്റ്റൻറ്റിനെ എലിമിനേറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻക്ലൂഡ് ചെയ്യിക്കാതെയാണ് എഴുതുന്നത്. എക്സ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്ന് വരും. ദെൻ അസോസിയേറ്റഡ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ലാംഡ എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എൻ ഇസ് ഈക്വൽ ടു 1 2 3 എന്ന് വരും.
അതാണ് ഇവിടെ എഴുതിയത്. ദ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആർ ദ ഐഗൻ വാല്യൂസ് അല്ല, ഐഗൻ ഫങ്ഷൻസ് xn of x is equal to sin n pi x by l, n equal to 1, 2, 3, etc. And the associated eigenvalues are lambda n is equal to n square pi square by l square, n equal to 1, 2, 3, etc. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഒരു ഡിഫറൻഷ്യൽ ഈക്വേഷൻ, നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷന് കറസ്പോണ്ടിങ് നമ്മൾ 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷനും ദെൻ ബൗണ്ടറി കണ്ടീഷൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണ സൊല്യൂഷൻ, നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഈ xn of x കിട്ടിയത്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ലാംഡ എൻ എന്നുള്ള വാല്യൂ എന്തായിരിക്കും എന്നാണ് കിട്ടിയത്. ഇതിവിടെ ഒന്നിൽ കൂടുതൽ ഐഗൻ വാല്യൂസ് വരുന്നത് കൊണ്ടാണ് ലാംഡ എൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ദെൻ ലാംഡ 1, ലാംഡ 2 എക്സെട്ര ഒക്കെ എന്താണ് ഐഗൻ വാല്യൂസ് ആണ്. അതേമാതിരി നമുക്ക് ഇവിടുന്ന് ഒരുപാട് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് x1x, x2x എക്സെട്ര അങ്ങനെ പറഞ്ഞിട്ട് കുറേ നോൺ ട്രിവിയൽ സൊല്യൂഷൻസും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻ x ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷനും കൂടി ഉണ്ട്, ഈക്വേഷൻ നമ്പർ 6ഉം കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ടി ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ ലാംഡ ടി ഈക്വൽ ടു 0യും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ ഈക്വേഷൻ നമ്പർ 5 സാറ്റിസ്ഫൈ ചെയ്യണ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് വരുന്നത് കുറച്ച് ലാംഡ എൻ വാല്യൂസിനാണെന്ന് കിട്ടി. ദെൻ ആ ലാംഡ എൻസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് സെക്കൻഡ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ സെക്കൻഡ് ഈക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഈ ലാംഡ എൻസിന് സെക്കൻഡ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ടി ഡാഷ് പ്ലസ് ലാംഡ എന്നിൻ്റെ വാല്യൂ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഈ ലാംഡ എൻസിന് സാറ്റിസ്ഫൈ, അതായത് ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ ടി എന്നുള്ള ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ടി ഡാഷ് ഡിവൈഡ്, ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഈ ഒരു ഈക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും? ടി ഡാഷ് ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. സോ ടി എൻ ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലോഗ് ടി വരും. ലോഗ് ടി ഇസ് ഈക്വൽ ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു ടി എന്ന് വരും ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ. ദെൻ എക്സ്പോണൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ln ടി എൻ, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് ഈ ഒരു ഡിഫറൻഷ്യൽ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ കുറേ സൊല്യൂഷൻസ് ടി എൻ ഉണ്ട്. ദെൻ ടി എൻ ഓഫ് ടി എന്തായിരിക്കും? ടി എൻ ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ബൈ എൽ സ്ക്വയർ, നെഗ്ലക്റ്റിംഗ് ദ കോൺസ്റ്റൻസ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇവിടെയും കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് ആക്ച്വലി ഇവിടെ എന്തും കൂടെ വരും? ഒരു കോൺസ്റ്റൻറ്റ് സിയും കൂടെ വരും, കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, അതിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ ടി എൻ ഓഫ് ടിയും കിട്ടി, നമുക്ക് എക്സ് എൻ ഓഫ് എക്സും കിട്ടി. നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആയിട്ടുള്ള ടി എൻ ഓഫ് ടി ആൻഡ് എക്സ് എൻ ഓഫ് എക്സ് കിട്ടി. ദെൻ യു എൻ ഓഫ് എക്സ് ടി എന്താണ്? എക്സ് എൻ ഓഫ് എക്സ് ഇൻറ്റു ടി എൻ ഓഫ് ടി, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ബൈ എൽ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ, എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ദാറ്റ് സാറ്റിസ്ഫൈ ദ, അതായത് നമ്മൾ 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷനും ദെൻ ആ ബൗണ്ടറി കണ്ടീഷൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണ സൊല്യൂഷൻസ്, നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിച്ചത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അപ്പോൾ എന്ത് പറയാം? ഈ ഒരു യു എൻ എക്സ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ആക്ച്വൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ 1ഉം ബൗണ്ടറി കണ്ടീഷൻസ് 4ഉം സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ഈ യു എന്നിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ സൊല്യൂഷൻസ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം 1, 3 ആൻഡ് 4. 3 എന്നുള്ളത് ഇനീഷ്യൽ കണ്ടീഷൻ, 4 എന്നുള്ളത് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ദിസ് സൊല്യൂഷൻ മസ്റ്റ് ഓൾസോ സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ കണ്ടീഷൻ 3. അതായത് ഈ ഒരു സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ്റെ സൊല്യൂഷൻ മാത്രമേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്ത് ചെയ്യണം? ഈ ഒരു സൊല്യൂഷൻ ഇനീഷ്യൽ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 0 ലെസ് ഓർ ഈക്വൽ ടു എക്സ് ലെസ് ഓർ ഈക്വൽ ടു എൽ. ദെൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്, ഇവിടെ നമുക്ക് കുറേ സൊല്യൂഷൻസ് കിട്ടി, അതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യു ഓഫ് എക്സ് ടി വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു യു എൻ ഓഫ് എക്സ് ടി എന്നെടുക്കുന്നു. അപ്പോൾ അതെന്തായിരിക്കും? സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി സി എൻ ഇ റേസ് ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ബൈ എൽ സ്ക്വയർ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ദെൻ
ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ദെൻ വി അസ്യൂം ദ ഇൻഫിനിറ്റ് സീരീസ് കൺവേർജസ് ആൻഡ് സാറ്റിസ്ഫൈ 1 ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസ് 4. അതായത് ഇതിലത്തെ ഓരോ ടേമും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1ഉം 4 എന്നുള്ള ബൗണ്ടറി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റ് സീരീസ് കൺവേർജ് ചെയ്യുന്നും ആ കൺവേർജ് ചെയ്യുന്ന ഇൻഫിനിറ്റ് സീരീസ് ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ബൗണ്ടറി ഓരോ ടേമും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മേഷനും ബൗണ്ടറി കണ്ടീഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു അസ്യൂം ചെയ്യണം. ദെൻ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻ? യു ഓഫ് എക്സ് സീറോ അതെന്തായിരിക്കണം? യു ഓഫ് എക്സ് ടി ആണിത്. യു ഓഫ് എക്സ് സീറോ എന്തായിരിക്കും? അപ്പോൾ സിഗ്മ n = 1 to infinity cn ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. cn sin n pi x/l ഈ e raised to എന്നുള്ള ടേം ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് 1 ആയി മാറും. അപ്പോൾ യു ഓഫ് എക്സ് സീറോ എന്നുള്ളത് സിഗ്മ n = 1 to infinity cn sin n pi x/l ആവും. അതെന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ കോയിഫിഷ്യൻസ് സി എൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു ഓഫ് എക്സ് ടിയിൽ ഈ സി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ടെമ്പറേച്ചർ ഫംഗ്ഷൻ യു കിട്ടും. അപ്പോൾ നമ്മൾ ഈ സി എൻ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഒരു സീരീസ്? ഇവിടെ നമുക്കൊരു സീരീസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സീരീസ് എന്തായിരിക്കണം? ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ സി എൻ കണ്ടുപിടിക്കാം? ഈ എഫ് ഓഫ് എക്സിനെ നമ്മളിവിടെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്? ഒരു സൈൻ സീരീസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഫൊറിയർ സൈൻ സീരീസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻസ് എന്തായിരിക്കും? അതിൻ്റെ കോയിഫിഷ്യൻസ് ആയിരിക്കും സി എൻ. അപ്പം നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ഫൊറിയർ സൈൻ സീരീസിൻ്റെ കോയിഫിഷ്യൻസ് അതിൻ്റെ ഫോർമുല യൂസ് ചെയ്യണം. അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? 2/l ∫ 0 to l f of x sin n pi x/l dx. അതായിരിക്കും എന്ത് വരിക? ആ കോയിഫിഷ്യൻസ് ആയിരിക്കും സി എൻ വരിക എന്ന് കിട്ടും. നമുക്ക് സി എൻ കിട്ടി. സി എൻ ഈസ് 2/l ∫ 0 to l f of x sin n pi x/l dx. അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും 3 എന്നുള്ള ഇനീഷ്യൽ കണ്ടീഷനും 4 എന്നുള്ള ബൗണ്ടറി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന യു ഓഫ് എക്സ് ടി ആയിരുന്നു. അപ്പം നമ്മൾ അത് കണ്ടുപിടിച്ചു. യു ഓഫ് എക്സ് ടി എന്താണ്? സിഗ്മ n = 1 to infinity cn e raised to -n² pi² α² t/l² sin n pi x/l and cn is given by 2/l ∫ 0 to l f of x sin n pi x/l dx. അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണിത്. യു ഓഫ് എക്സ് ടി യു ഓഫ് എക്സ് ടിയിലെ ഈ ഒരു സി എൻ എന്നുള്ള ടേം എന്ത് വെച്ച് കണ്ടുപിടിക്കാം? ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ടെമ്പറേച്ചർ യു ഓഫ് എക്സ് ടി അറ്റ് എനി ടൈം ഇൻ എ 50 centimeter in a metal rod 50 centimeter long insulated on the sides which initially has a uniform temperature of 20 degrees Celsius throughout and whose ends are maintained at 0 degrees Celsius for all t greater than 0. അതായത് നമ്മളിവിടെ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൽ അസ്യൂം ചെയ്ത എല്ലാ കണ്ടീഷൻസും ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. ഇൻസുലേറ്റഡ് ആണ് സൈഡ്സ്. ഇനീഷ്യലി ഇറ്റ് ഹാസ് യൂണിഫോം ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എന്നുള്ളത് ഇനീഷ്യൽ ടെമ്പറേച്ചറാണ് 20. അതായത് നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആയിരുന്നു ഇനീഷ്യൽ ടെമ്പറേച്ചർ എടുത്തിരുന്നത് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തായിരിക്കും? 20 ആയിരിക്കും. ദെൻ ലെങ്ത് ഓഫ് മെറ്റൽ റോഡ് പറഞ്ഞിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ L is equal to 50 ആയിരിക്കും. L is equal to 50. തെറ്റ് എഴുതിയതാണിത്. L equal to 50. 0 less than x less than 50. Then ends are maintained at 0 degree Celsius. അതായത് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൗണ്ടറി കണ്ടീഷൻസിലെ ടെമ്പറേച്ചർ അതായത് ഇനീഷ്യലി ആൻഡ് അതായത് യു ഓഫ് 0t എന്ന് പറയുന്നതും യു ഓഫ് LT അതായത് 50t എന്ന് പറയുന്നതും എന്താണ്? ഈ ഒരു മെറ്റൽ റോഡിൻ്റെ എൻസിലെ ടെമ്പറേച്ചർ എന്താണ്? 0. അപ്പോൾ യു ഓഫ് 0t ആൻഡ് യു ഓഫ് 50t is equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ യു ഓഫ് എക്സ് ടി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതായത് L എന്നുള്ള ലെങ്ത് എന്താണെന്നറിയാം. ദെൻ സി എൻ കണ്ടുപിടിക്കാനുള്ള എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്നും അറിയാം.
നമുക്ക് യു ഓഫ് എക്സ് ടി കണ്ടുപിടിക്കാം. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity സി എൻ ഇ റൈസ് ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. എൽ സ്ക്വയറിൻ്റെ വാല്യൂ 2500 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. എല്ലിൻ്റെ വാല്യൂ 50 ആണ്. ദെൻ സി എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/50 ഇൻ്റഗ്രൽ 0 to L 0 to 50 20. എഫ് ഓഫ് എക്സ് എന്നുള്ളത് 20 ആണ്. 20 സൈൻ എൻ പൈ എക്സ് ബൈ 50 ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എൻ ഓഡ് ആവുന്ന കേസിൽ 80 ഡിവൈഡഡ് ബൈ എൻ പൈയും എൻ ഈവൺ ആവുന്ന കേസിൽ 0യും. സോ യു ഓഫ് എക്സ് ടി സി എന്നിൻ്റെ വാല്യൂ എൻ ഓഡ് ആവുന്ന കേസിൽ മാത്രമേ സി എന്നിന് നോൺ സീറോ വാല്യൂ ഉള്ളൂ. അപ്പോൾ യു ഓഫ് എക്സ് ടി എന്തായിരിക്കും? യു ഓഫ് എക്സ് ടി 80 ബൈ പൈ സിഗ്മ എൻ ഈക്വൽ ടു 1 to 135 എക്സിട്ര 1 ബൈ എൻ ഇ റൈസ് ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ 2500 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ 50. ഇതായിരിക്കും ടെമ്പറേച്ചർ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 10.7. 10.7 ഇതിൽ നമ്മൾ വേവ് ഇക്വേഷൻ വൈബ്രേഷൻസ് ഓഫ് ആൻ ഇലാസ്റ്റിക് സ്ട്രിങ് ആണ് പറയുന്നത്. അതായത് ഒരു ഇലാസ്റ്റിക് സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷനാണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈബ്രേഷൻസ് ആകുമ്പോൾ അതൊരു വേവ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? വൈബ്രേഷൻസ് ഓഫ് സ്ട്രിങ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? വേവ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഈ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പം നമ്മൾ ഒരു ഇലാസ്റ്റിക് സ്ട്രിങ് കൺസിഡർ ചെയ്യാണ് കുറേ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണത്. അതായത് ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസും പറയും, ഇതേപോലെ വേവ് ഇക്വേഷനും പറയും. അപ്പോൾ എന്താണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഡിഫറൻഷ്യൽ ഈക്വേഷൻ ടുഗദർ വിത്ത് സം കണ്ടീഷൻസ്. അത് ഇനീഷ്യൽ കണ്ടീഷനുണ്ട്, ബൗണ്ടറി കണ്ടീഷനുണ്ട്. അതൊക്കെ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം ഒരു സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ എന്താണ് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് ആൻ ഇലാസ്റ്റിക് സ്ട്രിങ് ഓഫ് ലെങ്ത് എൽ is tightly stretched between two supports at the same horizontal level so that the x-axis lies along the string. അതായത് നമ്മൾ സ്ട്രിങ് വെച്ചേക്കണത് ഈ ഒരു 0 മുതൽക്ക്, അതായത് എക്സ് ആക്സിസിലൂടെയാണ് നമ്മൾ ഈ സ്ട്രിങ് ഇരിക്കുന്നത്. അതായത് എക്സ് ഈക്വൽ ടു 0, ലെങ്ത് എൽ ആണ് സ്ട്രിങ്ങിൻ്റെ, എക്സ് ഇസ് ഈക്വൽ ടു 0 to L. ഇങ്ങനെയായിരിക്കും സ്ട്രിങ് ആദ്യത്തിൽ ഇരിക്കുന്നത്. ദെൻ സപ്പോസ് ദാറ്റ് ദ സ്ട്രിങ് ഈസ് സെറ്റ് ഇൻ മോഷൻ so that it vibrates in a vertical plane and u of xt denote the vertical displacement experienced by the string at the point x at a time t. അതായത് നമ്മളിതിനെ ഒന്ന് വലിച്ചു വിട്ടാൽ എന്തായിരിക്കും? ഇത് വൈബ്രേറ്റ് ചെയ്യും, വെർട്ടിക്കൽ വൈബ്രേഷൻസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് വൈബ്രേഷൻസ് വരും. ദെൻ ഇത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോണത് അതിൻ്റെ വൈബ്രേഷൻ ആണ്. യു ഓഫ് എക്സ് ടി ഡിനോട്ട് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സ്ട്രിങ്. അപ്പോൾ ഈ യു ഓഫ് എക്സ് ടി എന്താണ് എന്നാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. യു ഓഫ് എക്സ് ടി എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സ്ട്രിങ് അറ്റ് ദ പോയിൻറ്റ് എക്സ് ആൻഡ് അറ്റ് ടൈം ടി. ദെൻ ഇവിടെ ഇഫ് ഡാമ്പിംഗ് ഇഫക്ട്സ് സച്ച് ആസ് എയർ റെസിസ്റ്റൻസ് ആർ നെഗ്ലക്റ്റഡ് ആൻഡ് if the amplitude of motion is not too large, u of xt satisfy one-dimensional wave equation. u എന്നുള്ളത് ഒരു സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ ആണ്. അപ്പോൾ അത് വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എ സ്ക്വയർ യു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു യു ടി ടി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ ടി ഗ്രേറ്റർ ദാൻ 0 where a square is t by rho. T is tension or force in the string, rho is the mass per unit length of string material. സപ്പോസ് ദ എൻഡ്സ് ഓഫ് സ്ട്രിങ് ആർ ഫിക്സഡ്. അതായത് നമ്മളിവിടെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു? ഈ സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻസ് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇതിന് നമ്മൾ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ എൻഡ്സ് ഒക്കെ ഫിക്സഡ് ആണ്. അപ്പോൾ എന്താണ് എൻഡ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0യിലും ഒരു എൻഡ് എവിടെയാണ്? എക്സ് ഈക്വൽ ടു എല്ലിലുമാണ്. ആ ഒരു കേസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഫിക്സഡ് ആകുമ്പോൾ നമ്മൾ വൈബ്രേഷൻ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ വലിച്ചു വിട്ടാലും അതിനെന്തില്ല, അവിടെ മാറ്റം വരില്ല, വൈബ്രേഷൻ ഉണ്ടായിരിക്കില്ല, അത് ഫിക്സഡ് ആണ്. അപ്പോൾ വൈബ്രേഷൻ 0 ആയിരിക്കും. അപ്പോൾ യു ഓഫ് 0t എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് യു ഓഫ് 0t. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. യു ഓഫ് 0t 0 ആയിരിക്കും. യു ഓഫ് എൽ ടി അതേപോലെ എന്തായിരിക്കും? 0 ആയിരിക്കും. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് 2 എൻഡ്സിലാണ് ഈ കണ്ടീഷൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് പറയാം? ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയാം. ഇതിന് നമ്മൾ നമ്പർ 3 മാർക്ക് ചെയ്തു. ഇത് നമ്പർ 2 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പറയുകയാണ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്ട്രിങ്. ഇനീഷ്യൽ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ടി ഈക്വൽ ടു 0 ആവുമ്പോൾ യുവിൻ്റെ വാല്യൂ ആണ് എന്തുണ്ടായിരിക്കുക, ഇനീഷ്യലി അതിനുണ്ടാവുന്ന പൊസിഷൻ. അപ്പോൾ യു ഓഫ് എക്സ് ടി വെൻ ടി ഈക്വൽ ടു 0 യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്താണ്, യു ഓഫ് എക്സ് 0. അതെന്താണ് ഇനീഷ്യൽ പൊസിഷൻ, നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നു. ഫോർ 0 ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ആർ ഈക്വൽ ടു എൽ. അതേമാതിരി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് വെലോസിറ്റി. ദെൻ യു ടി ഓഫ് എക്സ് ടി ആണ് നമ്മുടെ വെലോസിറ്റി ഫംഗ്ഷൻ ആയിട്ട് വരിക. ദെൻ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യലി എന്ന് പറയുമ്പോൾ ടൈം 0 ആണ്. അപ്പോൾ യു ടി ഓഫ് എക്സ് ടി വെൻ ടി ഈക്വൽ ടു 0. അപ്പോൾ യു ടി ഓഫ് എക്സ് 0 ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു നമ്മൾ ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കണം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. ദെൻ ഈ ഒരു രണ്ട് കണ്ടീഷൻസിനെ നമ്പർ 4 and 5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ടി ഈക്വൽ ടു 0 ആയ കേസിലായത് കാരണം നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും ഇനീഷ്യൽ കണ്ടീഷൻസ് ആണെന്ന് പറയാം. ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. ദെൻ നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോണത് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ദെൻ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ബൗണ്ടറി കണ്ടീഷൻസ് 3ഉം ഇനീഷ്യൽ കണ്ടീഷൻസ് 4 and 5ഉം സാറ്റിസ്ഫൈ ചെയ്യണ സൊല്യൂഷൻ. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോണത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് 3, 4 and 5 ആർ കൺസിസ്റ്റൻറ്റ് ഇഫ് എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് എൽ ഈക്വൽ ടു 0 ആൻഡ് ജി ഓഫ് 0 ഈക്വൽ ടു ജി ഓഫ് എൽ ഈക്വൽ ടു 0. അതായത് ഈ കണ്ടീഷൻസ് ബൗണ്ടറി കണ്ടീഷൻസ് 3ഉം ഇനീഷ്യൽ കണ്ടീഷൻസ് 4 and 5ഉം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 0യും എഫ് ഓഫ് എല്ലും ജി ഓഫ് 0യും ജി ഓഫ് എല്ലും എന്തായിരിക്കണം, 0 ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യു ഓഫ് 0 ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുണ്ട്. അപ്പോൾ യു ഓഫ് 0 എന്തായിരിക്കും, അതായത് ടിക്ക് 0 കൊടുത്താൽ എന്താ കിട്ടുക, 0. അപ്പോൾ യു ഓഫ് 0 എന്തായിരിക്കണം, 0 ആയിരിക്കണം. യു ഓഫ് എൽ ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, യു ഓഫ് എൽ 0 അതെന്തായിരിക്കണം, 0 ആയിരിക്കണം എന്ന് കിട്ടും. ദെൻ ഈ ബൗണ്ടറി കണ്ടീഷൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു യു ഓഫ് 0 ടി 0 അത് ഫംഗ്ഷൻ ഓഫ് ടി ആണ് യു ഓഫ് 0 ടി എന്ന് പറയുന്നത്. യു ടി ഓഫ് 0 ടി അപ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. അതേമാതിരി യു ഓഫ് എൽ ടി ഈസ് 0. സോ യു ടി ഓഫ് എൽ ടി എന്തായിരിക്കും, 0 ആയിരിക്കും ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ഇനി നെക്സ്റ്റ് 4 and 5 കണ്ടീഷൻസ് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടീഷൻ 4 നോക്കുകയാണെങ്കിൽ യു ഓഫ് എക്സ് 0 എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. അതായത് യു ഓഫ് ഈ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, എക്സിന് 0 സാറ്റിസ്ഫൈ കൊടുക്കുമ്പോൾ യു ഓഫ് 0 എന്താണെന്ന് കിട്ടും, യു ഓഫ് 0 ഈസ് എഫ് ഓഫ് 0. അതേപോലെ എക്സിന് എൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, യു ഓഫ് എൽ 0 ഈസ് എഫ് ഓഫ് എൽ എന്ന് കിട്ടും. കണ്ടീഷൻസ് ഇനീഷ്യൽ കണ്ടീഷൻ 4ൽ നിന്ന്. ദെൻ ഇനീഷ്യൽ കണ്ടീഷൻ 5ൽ നിന്ന് നമുക്കറിയാം ഇനീഷ്യൽ കണ്ടീഷൻ 5 എന്താണ്, യു ടി ഓഫ് എക്സ് 0 ഈസ് ജി ഓഫ് എക്സ് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. സോ യു ടി ഓഫ് ഈ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുക, യു ടി ഓഫ് 0 ഈസ് ജി ഓഫ് 0. ദെൻ എക്സിന് എൽ കൊടുക്കുമ്പോൾ യു ടി ഓഫ് എൽ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എൽ എന്ന് കിട്ടും. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് 3 ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് 4 and 5 കൺസിസ്റ്റൻ്റ് ആവുന്നത് ഏത് കേസിലായിരിക്കും, യു ഓഫ് അതായത് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ 3 വെച്ചിട്ട് നമുക്കറിയാം യു ഓഫ് 0 ആയിരിക്കണം. അതേമാതിരി ഇനീഷ്യൽ കണ്ടീഷൻ 4 വെച്ചിട്ട് യു ഓഫ് 0 എന്തായിരിക്കണം, എഫ് ഓഫ് 0 ആയിരിക്കണം. അപ്പോൾ 3, 4, 5 ആർ കൺസിസ്റ്റൻ്റ്, അതായത് മൂന്നും കൂടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എഫ് ഓഫ് 0 എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതേമാതിരി യു ഓഫ് എൽ 0 ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനിൽ നിന്ന് യു ഓഫ് എൽ 0 ആയിരിക്കുന്നുണ്ട്. ദെൻ ബൗണ്ടറി കണ്ടീഷൻ ഇനീഷ്യൽ കണ്ടീഷൻ 4 യൂസ് ചെയ്തിട്ട് യു ഓഫ് എൽ 0 എഫ് ഓഫ് എൽ ആയിരിക്കുന്നുണ്ട്. സോ എഫ് ഓഫ് എൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ദെൻ അതേമാതിരി യു ടി ഓഫ് 0 ടി ഈക്വൽ ടു 0 ആണ്. യു ടി ഓഫ് 0 ടി 0 ഫോർ ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. സോ യു ടി ഓഫ് 0 എന്തായിരിക്കും, 0. അതേമാതിരി യു ടി ഓഫ് എൽ ടി 0 ഫോർ ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ഉണ്ട്. സോ വി ഹാവ് യു ടി ഓഫ് എൽ 0 ഈക്വൽ ടു 0. ദെൻ ഇത് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് 3 യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഇനീഷ്യൽ കണ്ടീഷൻ 5 യൂസ് ചെയ്തിട്ട് നമുക്ക് യു ടി ഓഫ് 0 ഈസ് ജി ഓഫ് 0 എന്നും യു ടി ഓഫ് എൽ 0 ഈസ് ജി ഓഫ് എൽ എന്നുണ്ട്. സോ 3, 4 and 5 ആർ കൺസിസ്റ്റൻറ്റ് ഇഫ് ജി ഓഫ് 0
ഈക്വൽ ടു ജി ഓഫ് എൽ ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോണത് സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 സാറ്റിസ്ഫൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് 3 ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് 4 ആൻഡ് 5. ദെൻ ഇവിടെ നമ്മൾ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്കറിയാം. എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 0യിലും എല്ലിലും എന്താണ് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 0 ആയിരിക്കണം. ദെൻ നമ്മളിവിടെ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് നോട്ട് ഐഡൻറ്റിക്കലി 0 ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. ദെൻ വെലോസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? അറ്റ് 0 ആൻഡ് എൽ വെലോസിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കണം? ജി എന്നുള്ളതാണ് വെലോസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ജി ഓഫ് 0യും ജി ഓഫ് എല്ലും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദെൻ നമ്മളിവിടെ ഫംഗ്ഷൻ ജി എന്നുള്ളത് 0 ആണ് എന്നുള്ള കേസാണ് എടുക്കുന്നത്. ആ കേസിൽ എന്താണ് സൊല്യൂഷൻ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈയിങ് 3 ബൗണ്ടറി കണ്ടീഷൻ 3 ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് 4 ആൻഡ് 5. അതായത് യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, യു ടി ഓഫ് എക്സ് 0 ഈക്വൽ ടു ഈ 5 എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു ജി എന്നുള്ളത് ഏതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്? ജി എന്നുള്ളത് 0 ആണ് എന്നാണ് എടുക്കുന്നത്. അപ്പോൾ യു ടി ഓഫ് എക്സ് 0 ഈക്വൽ ടു 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു എൽ. ദെൻ ആ ഒരു കണ്ടീഷൻ ഇനീഷ്യൽ കണ്ടീഷന് 9 എന്ന് കൊടുത്തു. അതായത് നമ്മൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ നോട്ട് ഐഡൻറ്റിക്കലി 0 എന്നും ജി എന്നുള്ള ഫംഗ്ഷൻ 0 ഫംഗ്ഷൻ ആണ് എന്നും എടുത്ത കേസിലുള്ള ബൗണ്ടറി കണ്ടീഷൻ ഇനീഷ്യൽ കണ്ടീഷനാണ് 9 എന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യണത് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ 1 സാറ്റിസ്ഫൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് 3 ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ 9 ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വൈബ്രേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ യു ഓഫ് എക്സ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷനെ നമ്മൾ ഈക്വലൻ്റ് ആയിട്ടുള്ള 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് ആക്കി മാറ്റുകയാണ് ബൈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പോൾ നമ്മൾ യു ഓഫ് എക്സ് ടി എന്നുള്ളത് എക്സ് ഓഫ് എക്സ് ഇൻറ്റു യു എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി ആണ്. അപ്പോൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ടി ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. അതായത് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി എന്ന് അസ്യൂം ചെയ്തു. ദെൻ യു എക്സ് എക്സ് എന്നുള്ളത് എക്സ് ഡബിൾ ഡാഷ് ടി ആയിരിക്കും. യു ടി ടി എന്നുള്ളത് ടി ഡബിൾ ഡാഷ് എക്സ് ആയിരിക്കും. ദെൻ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ 1 എന്തായിരുന്നു? എ സ്ക്വയർ യു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു യു ടി ടി. ദെൻ അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ടി ഈക്വൽ ടു ടി ഡബിൾ ഡാഷ് എക്സ്. ദെൻ എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എന്താവും? 1 ബൈ എ സ്ക്വയർ ടി ഡബിൾ ഡാഷ് ടി. ദെൻ ഈ ഒരു ഈക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? ലെഫ്റ്റ് സൈഡ് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, റൈറ്റ് സൈഡ് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് ടിയും ഈക്വൽ ആവണമെങ്കിൽ അത് എന്താവണം? ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. സോ നമ്മളതിനെ മൈനസ് ലാംഡ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റിനോട് ഈക്വേറ്റ് ചെയ്തു. ലാംഡ എന്നുള്ളത് സെപ്പറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഈ ഒരു ഈക്വേഷനിൽ നിന്ന് നമുക്ക് 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് കണ്ടുപിടിക്കാം. അതായത് എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഇസ് 0. ദെൻ ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്പർ 11 എന്ന് മാർക്ക് ചെയ്തു. ദെൻ 1 ബൈ എ സ്ക്വയർ ടി ഡബിൾ ഡാഷ് ബൈ ടി ഈസ് മൈനസ് ലാംഡ. അതിൽ നിന്ന് നമ്മൾക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടി ഡബിൾ ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ ലാംഡ ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടി. അതിന് നമ്മൾ നമ്പർ 11 ആൻഡ് 12 മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മളിതിന് കറസ്പോണ്ടിങ് ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ എക്സിലും ടിയിലുള്ള കണ്ടീഷൻസ് ആക്കി മാറ്റുകയാണ്. ഇത് യുവിലുള്ള കണ്ടീഷനാണ് ഇനീഷ്യൽ കണ്ടീഷൻസും ബൗണ്ടറി കണ്ടീഷൻസും ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് എക്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടുഗദർ വിത്ത് എക്സിൽ തന്നെയുള്ള ബൗണ്ടറി കണ്ടീഷൻ അതെടുക്കുക, അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ അതെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ബൗണ്ടറി വാല്യൂ പ്രോബ്ലം അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യണ പോലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സോൾവ് ചെയ്യണ പോലെ ചെയ്യാം. അപ്പോൾ അതിനാണ് ചെയ്യുന്നത്. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് എന്തായിരുന്നു? യു ഓഫ് 0 ടി ഈക്വൽ ടു 0, യു ഓഫ് എൽ ടി ഈക്വൽ ടു 0. ദെൻ യു ഓഫ് എക്സ് ടി എന്നുള്ളത് നമുക്കറിയാം എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണ്. അപ്പോൾ എക്സ് ഓഫ് 0 ഇൻറ്റു ടി ഓഫ് ടി 0 ആയിരിക്കും. എക്സ് ഓഫ് എൽ ഇൻറ്റു ടി ഓഫ് ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ടി എന്നുള്ളത് നമ്മൾ നോട്ട് ഐഡൻറ്റിക്കലി 0 എന്ന് എടുക്കുകയാണ്. അല്ലാന്ന് വെച്ചാൽ എന്താവും? യു ഓഫ് എക്സ് ടി എന്നുള്ളത് 0 ഫംഗ്ഷൻ ആയിരിക്കും. ദെൻ നമ്മൾ 0 ഫംഗ്ഷൻ അല്ല കണ്ടുപിടിക്കേണ്ടത്, നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടി നോട്ട് ഐഡൻറ്റിക്കലി 0 ആയ കാരണം എക്സ് ഓഫ് 0 ആയിരിക്കും, എക്സ് ഓഫ് എല്ലും 0 ആയിരിക്കും. അപ്പോൾ നമ്മളിതിന് ഇക്വേഷൻ നമ്പർ 13 എന്ന് മാർക്ക് ചെയ്യാണ്. ഇതാണ് നമുക്ക് എക്സിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ
3 എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻസിനെ മാറ്റിയിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള 2 ബൗണ്ടറി കണ്ടീഷൻസാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി നെക്സ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ 9ലെ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ മാത്രമേ നമ്മളിവിടെ നോക്കണുള്ളൂ. 9ൽ നമുക്ക് 2 ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് വൺ, അതായത് ut ഓഫ് x0 ഈക്വൽ ടു 0 ഫോർ 0 ലെസ് ഓർ ഈക്വൽ ടു x ലെസ് ഓർ ഈക്വൽ ടു l, അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ut ഓഫ് x0 0 ആണെങ്കിൽ u ഓഫ് xt എന്നുള്ളത് എന്താണ്? x ഓഫ് x ഇൻറ്റു t ഓഫ് t ആണ്. ദെൻ ut ഓഫ് x0 അതെന്തായിരിക്കും? ut ഓഫ് xt എന്തായിരിക്കും? ut ഓഫ് xt എന്ന് പറയുന്നത് എന്തായിരിക്കും? xt ഡാഷ്. ദെൻ ut ഓഫ് x0 എന്ന് പറയുന്നത് എന്തായിരിക്കും? x ഓഫ് x ഇൻറ്റു t ഡാഷ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് നോട്ട് ഐഡൻറ്റിക്കലി 0 ആയ കാരണം നമുക്ക് എന്ത് എഴുതാം? t ഡാഷ് 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഇനീഷ്യൽ കണ്ടീഷൻ 9ലെ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഇനീഷ്യൽ കണ്ടീഷൻ t ഡാഷ് 0 ഈക്വൽ ടു എന്തായിരിക്കും കിട്ടി? 0 ആയിരിക്കും കിട്ടി. ദെൻ ഈ ഇനീഷ്യൽ കണ്ടീഷൻ ടിയിലുള്ള ഇനീഷ്യൽ കണ്ടീഷനാണ്. ഇതിന് നമ്മൾ 14 എന്ന് മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ ബൗണ്ടറി വാല്യൂ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ദെൻ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള 2 ബൗണ്ടറി കണ്ടീഷൻസ് കണ്ടുപിടിച്ചു. ഇതെന്താണ്? ഇത് എക്സിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ 9ലെ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി കണ്ടീഷൻ ഇനീഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിച്ചു. അത് ടിയിലുള്ള ഇനീഷ്യൽ കണ്ടീഷനാണ്. ദെൻ നെക്സ്റ്റ് അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണ സൊല്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 11, അതായത് ഇത് എക്സിലുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ എക്സിലെ ബൗണ്ടറി കണ്ടീഷൻസും കൂടെ യൂസ് ചെയ്യാണ്. എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എന്നുള്ളത് xn ഓഫ് x ഈക്വൽ ടു sin n pi x ബൈ എൽ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. അതായത് കോൺസ്റ്റൻറ്റ് ഒഴിവാക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ലാംഡ n ഇസ് ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ദെൻ ഇത്രയും സൊല്യൂഷൻസാണ് എന്തിനുള്ളൂ? എക്സ് എന്നുള്ള ഫംഗ്ഷന്, ക്യാപിറ്റൽ എക്സ് എന്നുള്ള ഫംഗ്ഷന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉള്ളൂ. ദെൻ ഈ കേസിൽ ടി എന്നുള്ള നോൺ ട്രിവിയൽ വാല്യൂ സൊല്യൂഷൻസ് ഏതൊക്കെയായിരിക്കും എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ലാംഡ n എന്ത് ചെയ്യും? സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 12ൽ, അതായത് ടി എന്നുള്ള ഫംഗ്ഷനിൽ ഉള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ നമ്പർ 12 ആവുക? ടി ഡബിൾ ഡാഷ് പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ എ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു ടി ഈക്വൽ ടു 0. അതായത് ഈ ഒരു ലാംഡയുടെ പ്ലേസിൽ നമുക്കിവിടെ ഈ ലാംഡ എന്നുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും നോക്കാം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഓക്സിലിയറി ഇക്വേഷൻ എന്താണ് വരിക? എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ എ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഈസ് 0, എം ഈസ് പ്ലസ് ഓർ മൈനസ് എൻ പൈ എ ബൈ എൽ. സോ സൊല്യൂഷൻ ടി എൻ ഓഫ് ടി ഈസ് k1 കോസ് എൻ പൈ എ ബൈ എൽ ടി പ്ലസ് k2 സൈൻ എൻ പൈ എ ബൈ എൽ ടി. ദെൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നത്, അതായത് ടിയിലുള്ള ഇനീഷ്യൽ കണ്ടീഷൻ ടി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ടി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു ടി എൻ ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. ദെൻ ടി എൻ ഡാഷ് ഓഫ് ടി 0 ആണെങ്കിൽ എന്ത് കിട്ടും? ടി എൻ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് അതിൽ ടിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് k2വിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്ന് കിട്ടും. ദെൻ ടി എൻ ഓഫ് ടി എന്താണ്? അപ്പോൾ k2വിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ ഒരു ടേം പോവും. അപ്പോൾ ടി എൻ ഓഫ് ടി എന്നുള്ളത് എന്താണ്? കോസ് എൻ പൈ എ ടി ബൈ എല്ലിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ ടി എൻ ഓഫ് ടി നമ്മൾ കോസ് എൻ പൈ എ ടി ബൈ എൽ എന്നെടുക്കുകയാണ്. സോ യു എൻ ഓഫ് എക്സ് ടി. അപ്പോൾ നമുക്കിവിടെ ടി എൻ ഓഫ് ടിയും കിട്ടി, അതേമാതിരി എക്സ് എൻ ഓഫ് എക്സും കിട്ടി. സോ യു എൻ ഓഫ് എക്സ് ടി എന്തായിരിക്കും? യു ഓഫ് എക്സ് ടിയുടെ പ്ലേസിൽ ഒരുപാട് സൊല്യൂഷൻസ് കിട്ടിയ കാരണമാണ്, n ഈക്വൽ ടു 1 2 3 സൊല്യൂഷൻ കിട്ടിയ കാരണമാണ് യു എൻ ഓഫ് എക്സ് ടി വെച്ച് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ യു എൻ ഓഫ് എക്സ് ടി എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കണം? അത് നമുക്ക് എന്തായിരിക്കും? എക്സ് എൻ ഓഫ് എക്സ് ഇൻറ്റു ടി എൻ ഓഫ് ടി. അപ്പോൾ എക്സ് എൻ ഓഫ് എക്സും ടി എൻ ഓഫ് ടിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. സൈൻ എൻ പൈ എക്സ് ബൈ എൽ കോസ് എൻ പൈ എ ടി ബൈ എൽ ഫോർ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ ഇതാണ് യു എൻ ഓഫ് എക്സ് ടി എന്നുള്ള നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 വരിക. ദെൻ
അപ്പോൾ നമുക്ക് എന്താ പറയുക, യു എൻ ഓഫ് എക്സ് ടി സാറ്റിസ്ഫൈ ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1, ദ ബൗണ്ടറി കണ്ടീഷൻസ് 3, ദെൻ ഇനീഷ്യൽ കണ്ടീഷൻ രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ 9. ഇനി നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു, യു എൻ ഓഫ് എക്സ് ടി എന്നുള്ളതിനെ നമുക്ക് ഇവിടെ കിട്ടിയത് n = 1 2 3 എക്സെട്രയ്ക്ക് യു എൻ ഓഫ് എക്സ് ടി കുറേ സൊല്യൂഷൻസ് കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഈ ടേംസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ സിഗ്മ n = 1 to infinity Cn യു എൻ ഓഫ് എക്സ് ടി നമ്മൾ യു ഓഫ് എക്സ് ടി ആയിട്ട് എടുക്കുകയാണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, സിഗ്മ n = 1 to infinity Cn യു എൻ ഓഫ് എക്സ് ടി എന്നുള്ളത് sin n pi x by l cos n pi at by l. ദെൻ ഇനി നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് യു ഓഫ് എക്സ് 0 എന്താണ്, എഫ് ഓഫ് എക്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ. സോ സിഗ്മ n = 1 to infinity Cn sin n pi x by l. ഇവിടെ ടിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം 1 ആയിട്ട് പോകും. എന്തായിരിക്കും, സിഗ്മ n = 1 to infinity Cn sin n pi x by l എന്തായിരിക്കണം, എഫ് ഓഫ് എക്സ് ആയിരിക്കണം എന്ന് കിട്ടി. അതായത് ഈ എഫ് എന്നുള്ള ഫംഗ്ഷനെ ഒരു സൈൻ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സി എൻ എന്നുള്ള ടേംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെന്താണ്, എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ സൈൻ സീരീസാണ്. അപ്പോൾ ഫൊറിയർ സൈൻ സീരീസാണിത്. അപ്പോൾ സി എൻ എന്നുള്ളത് എന്താണ്, ഫൊറിയർ സൈൻ സീരീസിൻ്റെ കോയിഫിഷ്യൻസ് കണ്ടുപിടിച്ചാൽ മതി. സി എൻ മസ്റ്റ് ബി കോയിഫിഷ്യൻസ് ഇൻ ഫൊറിയർ സൈൻ സീരീസ് ഓഫ് പീരീഡ് 12. സോ സി എൻ ഈസ് 2/l integral 0 to l f of x sin n pi x by l dx n = 1 2 3 എക്സെട്ര. സി എന്നിൻ്റെ വാല്യൂ കിട്ടി. അപ്പം നമ്മുടെ വൈബ്രേഷൻസ് ഓഫ് സ്ട്രിങ് എന്നുള്ളത് എന്താണ്, യു ഓഫ് എക്സ് ടി. യു ഓഫ് എക്സ് ടിയുടെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ n = 1 to infinity Cn sin n pi x by l cos n pi at by l, where Cn is 2/l integral 0 to l f of x sin n pi x by l dx for n = 1 2 3 etc. Then next problem, consider a vibrating string of length l is equal to 30 that satisfy the wave equation for uxx equal to utt 0 less than x less than 30, t greater than 0. Assume that the ends of string are fixed and that the string is set in motion with no initial velocity. From the initial position u of x0 equal to f of x, that is equal to x by 10 for 0 less than or equal to x less than or equal to 10, 30 minus x by 20, 10 less than or equal to 10 strictly less than x less than or equal to 30. Find the displacement u of xt of the string. അതായത് നമ്മളിവിടെ സ്ട്രിങ്ങിൻ്റെ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിൻ്റെ കണ്ടീഷൻസ് കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു, 0 ആയിരുന്നു. ഇനീഷ്യൽ പൊസിഷൻ എന്നുള്ളത് എഫ് ഓഫ് എക്സ് ആയിരുന്നു എടുത്തിരുന്നത്. ആ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ. ദെൻ നമ്മുടെ വേവ് ഇക്വേഷൻ എന്താണ്, ഫോർ യു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു യു ടി ടി ആണ്. അപ്പോൾ എ സ്ക്വയർ ആയിരുന്നു, എ സ്ക്വയറിൻ്റെ പ്ലേസിൽ ഇവിടെ കിടക്കുന്നത് 4 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 2 ആണ്. ദെൻ ലെങ്ത് ഓഫ് സ്ട്രിങ് തന്നിട്ടുണ്ട് 30. അപ്പോൾ എൽ എന്നുള്ള വാല്യൂ 30 ആണ്. ദെൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ യു ഓഫ് എക്സ് ടി ആണ് കേട്ടോ. യു ഓഫ് എക്സ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ യു ഓഫ് എക്സ് ടി എന്താണ്, യു ഓഫ് എക്സ് ടി ഈസ് ഫോർമുല സിഗ്മ n = 1 to infinity Cn sin n pi x by എല്ലിൻ്റെ പ്ലേസിൽ 30 cos 2 n pi, എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 n pi t by l, എല്ലിൻ്റെ വാല്യൂ 30 ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ദെൻ സി എൻ എങ്ങനെ കണ്ടുപിടിക്കാം, സി എൻ കാണാനുള്ള ഫോർമുല 2/l integral 0 to l f of x sin n pi x by l dx. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ളത് 0 to 10, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ x by 10 ആണ്. 10 to 30, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 30 minus x by 20 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക, സി എൻ ഇസ് ഈക്വൽ ടു 2/l, അതായത് 2/30 ഇൻ്റഗ്രൽ 0 to 10 x by 10 sin n pi x by 30 dx plus 2/30 integral 10 to 30 30 minus x by 20 sin n pi x by 30 dx. Then cn solve ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 9/n square pi square sin n pi by 3 എന്ന് കിട്ടും. for n equal to 1 2 3 etc. So the displacement function u of xt എന്ന് പറയുന്നത് sigma n equal to 1 to infinity Cn sin n pi x by 30 cos 2n pi t by 30. Cn എന്ന് പറയുന്നത് 9/n square pi square sin n pi by 3. then ഈ Cn എന്നുള്ള വാല്യൂ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ളൂ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം.